തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ ഇന്ന് ഉണ്ടായിരിക്കുകയാണ്. ഇന്ന് വോട്ടേഴ്സ് പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസാന ദിവസമാണ്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇത് അവസാനിക്കും. 2019 ജനുവരി 1-നോ അതിനു മുൻപോ 18 വയസ്സ് പൂർത്തിയായവർക്കും ഇതുവരെ പേര് ഇല്ലാത്തവർക്കും അവസരമുണ്ട്. ഓൺലൈനായി മാത്രമേ ഇനി പേര് ചേർക്കാനാവുകയുള്ളൂ എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. വോട്ടർ പട്ടികയിൽ പേരുണ്ടായിട്ടും ഏപ്രിൽ 23-ന് വോട്ട് ചെയ്യാൻ സ്വന്തം മണ്ഡലത്തിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണെങ്കിലും പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ട്. നിലവിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തെ വോട്ടർ പട്ടികയിലേക്കാണ് ഓൺലൈനായി പേര് മാറ്റാൻ സാധിക്കുക. ഇന്നാണ് അവസാന തീയതി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിന്റെ വിശദാംശങ്ങൾ ഇനി പറയുന്നു. www.ceo.kerala.government.in എന്നാണ് ഈ സൈറ്റിന്റെ പേര്. അതിൽ സന്ദർശിച്ചാൽ മറ്റ് വിശദാംശങ്ങൾ അവിടെ ലഭിക്കുന്നതാണ്. ആ വിശദാംശങ്ങളിലേക്ക് കടന്നു ചെന്ന് വോട്ടേഴ്സ് പട്ടികയിൽ പേര് ചേർക്കാനാകുമെന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. വോട്ടർ പട്ടികയിൽ പുതിയതായി പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് മറ്റൊരു നിയോജക മണ്ഡലത്തിലേക്ക് മാറ്റുന്നതിനും തിരുത്തുന്നതിനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഈ വെബ്സൈറ്റിൽ ഒരുക്കിയിട്ടുണ്ട്. ഇനി അഥവാ ഈ വെബ്സൈറ്റിലേക്ക് കയറി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സംശയ നിവാരണത്തിനായി ഒരു നമ്പരും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട്. ടോൾ ഫ്രീ നമ്പറാണ് 1950 എന്നാണ് ഈ നമ്പർ. ഈ നമ്പറിലേക്ക് വിളിച്ചാൽ നമുക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ചോദിക്കാനും അതിനനുസരിച്ചുള്ള മറുപടി തത്സമയം ലഭിക്കുകയും ചെയ്യും. ഏത് തരത്തിലാണ് ഈ വോട്ടേഴ്സ് പട്ടികയിലേക്ക് പേര് ആഡ് ചെയ്യേണ്ടത്, എന്തെല്ലാം വിവരങ്ങൾ അതിൽ ചേർക്കണം, എന്തെങ്കിലും തരത്തിൽ തെറ്റിയാൽ അത് എങ്ങനെ തിരുത്താൻ കഴിയും തുടങ്ങിയ എല്ലാ വിശദാംശങ്ങളും ഈ ടോൾ ഫ്രീ നമ്പറിൽ ലഭിക്കുന്നതാണ്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ, വയസ്സ്, മേൽവിലാസം എന്നിവ തെളിയിക്കുന്ന രേഖകൾ ഇന്ന് ഈ വെബ്സൈറ്റിൽ സമർപ്പിക്കണം. വോട്ടറുടെ ബൂത്ത് ക്രമപ്പെടുത്താൻ കുടുംബാംഗങ്ങളുടെയോ അയൽവാസിയുടെയോ ഇലക്ഷൻ ID കാർഡ് നമ്പർ നൽകേണ്ടതുണ്ട്. നിർദ്ദേശങ്ങൾ മലയാളത്തിൽ ലഭ്യമാണ് എന്നുള്ളതാണ് മറ്റൊരു സൗകര്യം. ഒപ്പം തന്നെ പാസ്പോർട്ട് വിവരങ്ങൾ ഉൾപ്പെടുത്തി വിദേശത്തുള്ളവർക്കും പട്ടികയിൽ പേര് ചേർക്കാം. എന്നാൽ തിരിച്ചറിയൽ കാർഡ് ലഭ്യമാകില്ല. പട്ടികയിൽ വിവരങ്ങൾ ചേർത്തതിൻ്റെ തൽസ്ഥിതിയും www.nvsp.in എന്ന വെബ്സൈറ്റിലൂടെ അറിയാനാകും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ ഹെൽപ്പ് ലൈൻ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുണ്ട്. അങ്ങനെ നിരവധി സൗകര്യങ്ങളാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുള്ളത്. അവസാന തീയതിയാണ് ഇന്ന്. ഓൺലൈൻ വഴി ഇത് നമ്മുടെ പേര് ചേർക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ, വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരില്ല എങ്കിൽ, ഇന്ന് ചേർക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നമുക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളിയാകാൻ പറ്റില്ല. അതായത് വോട്ട് ചെയ്യാൻ കഴിയില്ല എന്നാണ് അർത്ഥം.